പാനൂർ ബോംബ് സ്ഫോടന കേസ് മുഖ്യപ്രചാരണ വിഷയമായി ഉയർത്തി കോൺഗ്രസും UDF-ഉം. മലബാറിൽ മാത്രമല്ല സംസ്ഥാനത്താകെ കേസ് പ്രചാരണ വിഷയമാക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് KPCC-യും വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. പാനൂർ ബോംബ് കേസ് ഉയർത്തി CPM-നെ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. അക്രമ രാഷ്ട്രീയം ചർച്ചയായാൽ മലബാറിൽ മാത്രമല്ല സംസ്ഥാനത്താകെ CPM-നും LDF-നും തിരിച്ചടിയാകുമെന്ന് UDF-ഉം കോൺഗ്രസും കണക്കുകൂട്ടുന്നു. ഇത് മുന്നിൽ കണ്ടാണ് പാനൂർ ബോംബ് കേസിന്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട UDF-ഉം കോൺഗ്രസും രംഗത്തെത്തിയത്. കേസ് അന്വേഷണം CBI-യോ മറ്റേതെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയോ ഏറ്റെടുക്കണമെന്നുള്ളതാണ് KPCC ആക്ടിംഗ് അധ്യക്ഷൻ MM ഹസന്റെ നിലപാട്. അന്വേഷണം ആവശ്യപ്പെട്ട ഹസൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ സംഭവത്തെ ലഘൂകരിച്ചു കാണുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. മരിച്ചതൊരാൾ DYFI പ്രവർത്തകരാണ്. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും പരിക്കേറ്റവർ DYFI പ്രവർത്തകരാണ്. 10-24 പ്രതികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം DYFI-ക്കാരാണ്. CBI-യെ ചുമതലപ്പെടുത്തി NIA പോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കത്താണ് നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതേ ആവശ്യവുമായി സമീപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ ലക്ഷ്യമിട്ടായിരുന്നു ബോംബ് നിർമ്മാണമെന്ന ആരോപണമാണ് UDF വടകര, കണ്ണൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആകെ ഉയർത്തുന്നത്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടന്നതെന്നും UDF ആരോപിക്കുന്നു. എന്നാൽ സംഭവത്തിൽ ഉൾപ്പെട്ട DYFI നേതാക്കളെ അടക്കം സംരക്ഷിക്കുന്ന നിലപാട് തുടരുകയാണ് CPM നേതൃത്വം. ഏതായാലും ബോംബ് രാഷ്ട്രീയം കോഴിക്കോട്, കണ്ണൂർ മേഖലകളിൽ പുതുമയല്ല എങ്കിലും സംസ്ഥാനത്താകെ ഉയർത്തുന്നത് CPM-നും LDF-നും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.